കള്ളക്കേസുകൾ ചുമത്തി മാധ്യമപ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുകയും വായടപ്പിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്ന നടപടികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP അധികാരത്തിലേറിയതിനു ശേഷമുള്ള 11 വർഷമായി അനുസ്യൂതം ഈ പ്രക്രിയ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെയും ഏകപക്ഷീയവും ഏകാധിപത്യപരവുമായ നടപടികളെയും വിമർശിക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെടുന്നു. സ്വതന്ത്ര മാധ്യമപ്രവർത്തനം അസാധ്യമായിരിക്കുന്നു. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ള വേട്ടയാടൽ. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചുള്ള സംരക്ഷണമുണ്ടായിട്ടും പുതിയ കേസെടുത്ത് നേരിട്ട് ഹാജരാകുന്നതിന് ഇരുവർക്കും അസം പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. സിദ്ധാർത്ഥ് വരദരാജൻ ദ വയറിന്റെ സ്ഥാപക പത്രാധിപരും കരൺ ഥാപ്പർ കൺസൾട്ടിംഗ് എഡിറ്ററുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിലെ പിഴവുകളും പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചകളും സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച വിവിധ ലേഖനങ്ങളുടെയും വാർത്തകളുടെയും പേരിലാണ് കേസെടുക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവിക നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് നടപടികൾ. ഈ വർഷം മെയ് 9 തീയതിയായി രജിസ്റ്റർ ചെയ്ത FIR പ്രകാരമാണ് നോട്ടീസെങ്കിലും വിശദാംശങ്ങൾ ഒന്നും നൽകുന്നതിന് തയ്യാറായിട്ടില്ല. നോട്ടീസ് കിട്ടി 10 ദിവസത്തിലധികം നിരന്തരം ബന്ധപ്പെടുകയും കഠിന പ്രയത്നം നടത്തുകയും ചെയ്ത ശേഷമാണ് FIR കാണാനായത്. നേരിട്ട് നൽകുന്നതിന് പകരം കഴിഞ്ഞ ദിവസം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. FIR അനുസരിച്ച് വൈറൽ പ്രസിദ്ധീകരിച്ച 12 ലേഖനങ്ങളും വാർത്തകളും അടിസ്ഥാനമാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. ജമ്മു കശ്മീർ മുൻ ലഫ്റ്റനന്റ് ഗവർണർ, അടുത്തിടെ അന്തരിച്ച സത്യപാൽ മാലിക്, മാധ്യമപ്രവർത്തകനും പാകിസ്ഥാനിലെ പഞ്ചാബ് മുൻ കാവൽ മുഖ്യമന്ത്രിയുമായ നജം സേത്തി, ദ വയർ ഹിന്ദി എഡിഷൻ പത്രാധിപർ അശുതോഷ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളും FIR-ൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുറിഗോൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതിയിൽ നിലനിൽക്കെ ക്രൈംബ്രാഞ്ച് പോലീസ് ദേശദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തി മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനിടയാക്കിയ സുരക്ഷാ വീഴ്ചകളും ഓപ്പറേഷൻ സിന്ദൂറിലെ പോരായ്മകളും ജനസമക്ഷം തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് ദ വയറിനെ വേട്ടയാടുന്നത്. പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനങ്ങളും വാർത്തകളുമാകട്ടെ പ്രമുഖരുടെ വെളിപ്പെടുത്തലുകളുടെയും വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. അവരാരും തന്നെ അത് നിഷേധിച്ചിട്ടുമില്ല. അങ്ങനെയിരിക്കെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെയും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയും ചങ്ങലയ്ക്കിടുന്ന നീക്കങ്ങൾ അസം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും പിന്നിൽ നിൽക്കുകയാണെന്ന് എത്രയോ റിപ്പോർട്ടുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ 180 രാജ്യങ്ങളിൽ 151-ാമതായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. രാഷ്ട്രീയം, സാമ്പത്തികം, നിയമനിർമ്മാണം, സാമൂഹ്യം, സുരക്ഷ എന്നീ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സർവേയുടെ അടിസ്ഥാനത്തിലാണ് ലോക പത്രസ്വാതന്ത്ര്യ സൂചിക തയ്യാറാക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതിന്റെ പേരിൽ 20ഓളം ഓൺലൈൻ മാധ്യമങ്ങളെ വിലക്കുകയും 800ഓളം X അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത നടപടികളുമുണ്ടായി. BJP ഭരണത്തിനു കീഴിൽ മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം അപകടകരമായി എന്നതിന് ഇവയ്ക്കെല്ലാം പുറമെ 100 കണക്കിന് ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. സിദ്ദീഖ് കാപ്പൻ എന്ന മലയാളി മാധ്യമപ്രവർത്തകന്റെ നീണ്ടകാലത്തെ ജയിൽവാസം, ന്യൂസ് ക്ലിക്കിനും അതിന്റെ മേധാവികൾക്കുമെതിരായ കേസും ജയിൽവാസവും എന്നിവ അതിൽ ചിലതു മാത്രമാണ്. ഡൽഹി കലാപം റിപ്പോർട്ട് ചെയ്ത മലയാള ദൃശ്യമാധ്യമങ്ങളായ ഏഷ്യാനെറ്റ്, മീഡിയ 1 എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയതും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ നീക്കം തന്നെയായിരുന്നു. സ്വേച്ഛാധിപത്യവും അധികാരധിക്കാരവും അഹങ്കാരവും അലങ്കാരമാക്കുന്ന എല്ലാ ഭരണാധികാരികളും മാധ്യമവിലക്ക് ദിനചര്യ എന്നതുപോലെ സ്വീകരിക്കാറുണ്ട്. പലസ്തീനെതിരായ യുദ്ധത്തിന്റെ കെടുതികളും ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിന്റെ തീവ്രവേദനകളും ലോകസമക്ഷമെത്തിച്ച മാധ്യമപ്രവർത്തകരെ കൊല്ലുന്ന രീതിയാണ് ഇസ്രയേൽ ഭരണകൂടം നടത്തുന്നത്. അതേ രീതി തന്നെ ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന BJP സർക്കാരുകളും പിന്തുടരുന്നു. ജനാധിപത്യ സംവിധാനത്തിന്റെ 4ാം തൂണും ദ്രവിപ്പിച്ച് ഇല്ലാതാക്കുകയെന്നത് വഴിവിട്ട മാർഗങ്ങളിലൂടെ നിലനിൽപ്പിന് ശ്രമിക്കുന്ന BJP RSS കൂട്ടുകെട്ടിന് അനിവാര്യമാണ്. അതിന്റെ തുടർക്കഥകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ കൂടി ഇല്ലാതാകുമ്പോൾ പൂർണ്ണമായും ഇരുട്ടിലെത്തുകയാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മെ തന്നെയാണ് നമുക്ക് നഷ്ടമാകുക.